ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VN വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയിലൂടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും മലക്കപ്പാറ വരെ പോയി തിരിച്ച് രാത്രി മലക്കപ്പാറ നിന്നും തിരിച്ച് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിന്ന് യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേദിവസം ഇവിടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ പരിസരത്തായിട്ട് കുറച്ച് ആളുകൾ കാട്ടിൽ തേൻ ശേഖരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേരെ ആനയുടെ ആക്രമണത്താൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡെഡ് ബോഡി ഇന്ന് വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്താണ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതും എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വാഴച്ചാലിൽ നിന്നും യാത്ര ആരംഭിച്ചു. അപ്പോൾ നമ്മളവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. വണ്ടിയുടെ RC നമ്പർ, അതുപോലെ തന്നെ വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ട് എന്ന ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കണുണ്ടാവും. പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ 6 മണിക്ക് മുമ്പായിട്ട് തന്നെ അവിടെ മലക്കപ്പാറ അതിർത്തി വിട്ട് ഇങ്ങോട്ടേക്ക് ഫോറസ്റ്റിലേക്ക് കടന്നോളണം, എൻ്റർ ചെയ്തോളണം. 6 മണിക്ക് ശേഷം അവിടെ നിന്ന് വാഴച്ചാലിലേക്ക് കടത്തി വിടുന്നതല്ല. ആ ഡീറ്റെയിൽസാണ് കേട്ടോ അവർ പറഞ്ഞുതരാം നമുക്ക്. ഈ കാണുന്നതാണ് കേട്ടോ പെൻ സ്ട്രോക്ക് പൈപ്പ്. അതുകൊണ്ട് തന്നെ ഈ പാലത്തിനെ പെൻ സ്ട്രോക്ക് പൈപ്പ് പാലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്ന പെൻ സ്ട്രോക്ക് പൈപ്പ് വഴിയാണ് കേട്ടോ ലോവർ ഷോളയാർ ഡാമിൽ നിന്നുള്ള വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി താഴെ പവർ ബസിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ലോവർ ഷോളയാർ ഡാമിൻ്റെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ സമയം നമ്മളവിടെ നിർത്തിയില്ല. പക്ഷെ നമ്മൾ വൈകുന്നേരം വരുന്ന സമയത്ത് നല്ല സായാഹ്നത്തിൽ അസ്തമയത്തോടു കൂടി തന്നെ ഉള്ളൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓഫ് റോഡ് വണ്ടിയാണ്. അങ്ങനെ നമ്മൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചിപ്പ് നമുക്കിവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. കണ്ട അവിടെ ഒരാൾ അതൊന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്തിനല്ല കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകൊണ്ടുള്ളിൽ കറക്റ്റ് ടൈമിന് കയറി വന്നില്ലെങ്കിൽ ഇവിടെ ഫൈൻ കൊടുക്കേണ്ടി വരും കേട്ടോ. രാത്രി കാട്ടിക്കൊടുത്താൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്, ഞാനവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 6 മണിക്ക് മുമ്പായിട്ടാണ് ഇവിടുന്ന് എൻട്രി പാസ് കരസ്ഥമാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അങ്ങോട്ട് കയറ്റി വിടുന്നതല്ല. ഗായ്സ്, ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡ് വീതി പിന്നെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും നമ്മുടെ സർക്കാരിന് ഒരു അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം റോഡൊക്കെ വളരെയധികം മോശം തന്നെയായിരുന്നു. അപ്പോൾ വന്ന വഴിയൊക്കെ പറഞ്ഞാൽ ഒരു 5-6 കിലോമീറ്ററൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഒരു 6 കിലോമീറ്റർ കറക്റ്റായിട്ട് തന്നെ മോശമായിരുന്നു. ഇപ്പോൾ അതൊക്കെ നന്നാക്കി കറക്റ്റാക്കി വിരിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോർഡിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ തിരിച്ചു പോകുന്ന ചാലക്കുടിക്കുള്ള ചീനിക്കാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉല്ലാസയാത്രയുടെ KSRTC. ഇനി നമ്മുടെ രാത്രി ലോട്ടറിയാൻ ബസ് ഉണ്ടോയെന്നറിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഒറ്റയാൻ എന്ന് പറഞ്ഞ KSRTC ബസ്സിൻ്റെ ട്രാവലിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാവുന്നതാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങളൊരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിർത്തി ഞങ്ങളെല്ലാവരും ചായയും പരിപ്പോടയും കഴിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ഒരു തേയിലത്തോട്ടമുണ്ട്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് വരികയാണെങ്കിൽ മലക്കപ്പാറ ട്രിപ്പ് ഇട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കും വന്ന് ആ തേയിലത്തോട്ടത്തിലൊക്കെ കയറി ഫോട്ടോസും വീഡിയോസും എടുക്കാം. അവിടെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഒന്നുമില്ല. ഈ കാണുന്ന തേയിലത്തോട്ടത്തിൽ അധികം അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ സേഫായിട്ടൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു പോരുക. ഓക്കെ. പിന്നെ VN വ്ളോഗ്സിൻ്റെ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ വീഡിയോസിലൊക്കെ 4K ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ മലക്കപ്പാറയിൽ നിന്നും തിരിച്ച് വാഴച്ചാലിലേക്ക് യാത്ര തിരിച്ചു. അവിടെയും നമുക്ക് എൻട്രി പാസ് എടുക്കേണ്ടതുണ്ട്, അതൊക്കെ എടുത്തു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ലോവർ ഷോള ഡാമിൻ്റെ വ്യൂ പോയിൻ്റ്. ഇവിടെ ഒട്ടുമിക്ക വിനോദസഞ്ചാരികളും ഇവിടെ വാഹനം നിർത്തി ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്ന നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. പിന്നെ അത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴാണ് കുറച്ച് കരിങ്കുരങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോസും എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയം രാത്രിയായി. ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാടെന്ന് പറയുന്നത് ഇത്തിരി മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള വനത്തിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും എൻ്റെ ഈ വീഡിയോയിൽ അത്രയും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഫീലൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ എനിക്ക് വേണം. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് നാട്ടുപോത്തിനൊക്കെ കണ്ടു കേട്ടോ. കാട്ടുപോത്തല്ല കേട്ടോ. തിരിച്ച് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നില്ലേ, ഇവിടെ ആനയുടെ ആക്രമണത്താൽ 2 പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്താൻ കണ്ടാണ് അവരുടെ ഡെഡ് ബോഡിയുമായിട്ട് അവിടെ ആംബുലൻസും ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. കൊട്ടുംകാട് കടന്ന് നാട്ടിലെത്തിയിരിക്കുകയാണ്. നാളത്തെ പ്രശ്നത്തിൻ്റെയോ പോൽച്ചാര് വേണ്ട ഞാൻ പോലീസ് നോക്കുന്നു. അങ്ങനെ എൻ്റെ മലക്കപ്പാറ വനത്തിലൂടെയുള്ള യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.